ഹായ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FUGP AC2 മലയാളത്തിലുള്ള ഒരു കവിതയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. BScക്കാരുടെ മലയാള സാഹിത്യ ആസ്വാദനം എന്നാണ് ഈ ഒരു ടെക്സ്റ്റിൻ്റെ പേര്. അതിൽ തന്നെ 3ാമത്തെ മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്ന കല്യാണ സൗഗന്ധികം എന്നുള്ള കുഞ്ചൻ നമ്പ്യാരുടെ കവിതയാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യം തന്നെ കല്യാണ സൗഗന്ധികം എന്നുള്ള കവിത ഏതിൽ നിന്നും എടുത്തതാണ് എന്നൊക്കെയുള്ള സാമാന്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാം. കുഞ്ചൻ നമ്പ്യാരുടെ ശീതങ്ങൾ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം. അതായത് മഹാഭാരതത്തിൽ കുറേ പർവ്വങ്ങളുണ്ട് അല്ലേ? പറയുന്ന ഉദ്ദേശിച്ചത് 18 പർവ്വങ്ങളാണേ. ആരണ്യ പർവ്വത്തിലുള്ള ഒരു ഭാഗമാണ് നമ്മുടെ കല്യാണ സൗഗന്ധികം. ഇതിനെയാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ അല്ലേ, തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് നമ്മൾ പറയപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാർ 3 തരം തുള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഓട്ടൻ, പറയൻ, ശീതങ്കൻ. അതിൽ ശീതങ്കൻ തുള്ളലിലെ ഒരു ഭാഗമാണ് കല്യാണ സൗഗന്ധികം എന്ന് പറയപ്പെടുന്നത്. ഇനി കുറച്ച് നമുക്ക് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് പറയാം. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറിക്കിടാശട അല്ലേ? എല്ലാവരെയും മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ഈ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അല്ലേ, മുന്നിൽ കിടക്കുന്ന കുരങ്ങ നീ അങ്ങ് മാറിക്കിടക്കുന്നുള്ളത് ഹാസ്യത്തിലൂടെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നതാണ്. മലയാള കവിതയുടെ പുഞ്ചിരിയാണ് കുഞ്ചൻ്റെ കവിത എന്ന് പറയാറുണ്ട്. എന്നാൽ അത് കേവലമായ പുഞ്ചിരിയല്ല, മൂർച്ചയുള്ള പുഞ്ചിരിയാണ്. കത്തിയുടെ വാഴ്ത്തല പോലെ തിളക്കമാണ് ആ പുഞ്ചിരിക്ക്. അതേ മൂർച്ചയും ഈ കവിത കൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാർ തൻ്റെ കാലഘട്ടത്തിൻ്റെ അനീതികൾക്കെതിരെ, അധർമ്മങ്ങൾക്കെതിരെ പ്രതികരിച്ചത്. അതാണ് പറഞ്ഞത് ആക്ഷേപഹാസ്യം എന്നുള്ളത്. കവിതയെ ആയുധമാക്കുന്ന ഈ കർമ്മം അദ്ദേഹം നടത്തിയത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അഭിനയം, നൃത്തം എന്നിവ കൊണ്ട് കൂടിയാണ്. തൻ്റെ കവിതയ്ക്ക് ശക്തമായ ഒരു ദൃശ്യമാധ്യമം അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. അതാണ് തുള്ളൽ എന്ന് നമ്മൾ കേട്ടിരിക്കുന്ന ആ ഒരു നൃത്തരൂപം, അല്ലെങ്കിൽ തുള്ളൽ എന്ന കേരളീയ ദൃശ്യകലാരൂപം എന്ന് നമുക്ക് പറയാം. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് എന്ന വീട്ടിൽ കുഞ്ചൻ ജനിച്ചു. 16ാം നൂറ്റാണ്ടിൽ നാടുവാണ് ചെമ്പകശ്ശേരി രാജാവിൻ്റെയും പിന്നീട് തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മയുടെയും ആശ്രിതനായി അദ്ദേഹം ജീവിച്ചു എന്ന് കരുതാമെന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ പല കാര്യങ്ങളും അദ്ദേഹം ഒരു കവിയായിരുന്നു, പിന്നെ ഒരു രാജാവായിരുന്നു എന്നുള്ള പല അഭിപ്രായങ്ങളും ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ട്. തൽക്കാലം നമ്മൾക്ക് ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. കുഞ്ചൻ തുള്ളൽ കലയുടെ ഉപജ്ഞാതാവാണെന്ന് പറയപ്പെടുന്നു. കൂത്തു സംഘത്തിൽ നിന്ന് പുറത്തുപോയ നമ്പ്യാർ ഒരു രാത്രി കൊണ്ട് തുള്ളൽ എന്ന പുതിയ ദൃശ്യരൂപം കണ്ടെത്തുകയായിരുന്നു എന്നാണ് ഇതുവരെ നമ്മൾ കേട്ടിരിക്കുന്നത്. കൂത്തിൽ നിന്നും പടയണി തുടങ്ങിയ നാടൻ കളികളിൽ നിന്നും പല അംശങ്ങളും സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ജനകീയമായ ദൃശ്യമാധ്യമം കണ്ടെത്തുകയായിരുന്നു കുഞ്ചൻ. ലാളിത്യവും ഹാസ്യ പരിഹാസങ്ങളും താള സമൃദ്ധിയും തുള്ളൽ കൂടുതൽ ജനകീയമാക്കി തീർക്കാൻ കാരണമായിട്ടുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന കലാരൂപങ്ങളിലേക്കാട്ടും കൂടുതൽ ആൾക്കാർ ഇത് കാണാനും ആസ്വദിക്കാനും എത്തിയിരുന്നു എന്നതാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള കല്യാണ സൗഗന്ധികം കവിതയിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു, മഹാഭാരതത്തിലുള്ള ആരണ്യ പർവ്വത്തിലുള്ള ഭാഗമാണ് ഇവിടെ കല്യാണ സൗഗന്ധികം എന്നുള്ള കവിതയ്ക്ക് ആധാരമാക്കിയിട്ട് കുഞ്ചൻ നമ്പ്യാർ എടുത്തിരിക്കുന്നത്. അതിനകത്തുള്ള 146 മുതൽ 155 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഹനുമാനും അതേപോലെ തന്നെ നമ്മുടെ ഭീമനും തമ്മിലുള്ള തർക്കമാണ് ഇവിടെ പറയുന്നതും. നമ്പ്യാരുടെ ശീതങ്ങൾ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം. മഹാഭാരതം ആരണ്യപർവ്വത്തിൽ 146 മുതൽ 155 വരെയുള്ള 10 അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുള്ള സൗഗന്ധിക ആരോഹണമാണ് ഈ കൃതിയുടെ ഇതിവൃത്തം. പാണ്ഡവന്മാർ വനവാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലം, ആ സമയത്താണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അതായത് പാണ്ഡവരുടെ വനവാസകാലത്ത് ഒരു വിശിഷ്ട പുഷ്പം കാറ്റിൽ പറന്ന് ദ്രൗപദിയുടെ മുന്നിലെത്തി. അതിൻ്റെ
സുഗന്ധവും വർണ്ണവും അവളെ അതിലേക്ക് ആകൃഷ്ടയാക്കി. കൂടുതൽ പുഷ്പങ്ങൾ അവൾക്ക് വേണം എന്നുള്ള ഒരാഗ്രഹവും വന്നു. ഈ ആഗ്രഹം നമ്മുടെ ഭീമനോട് പറയാണ് ചെയ്യുന്നത്. ഭീമസേനൻ ഉടനെ സൗഗന്ധിക പുഷ്പം തേടി പുറപ്പെടുകയും അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കദളീവനം കാണുകയും ചെയ്യാണ്. ഈ കദളീവനം തനിക്ക് ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ കദളീവനം കടന്നിട്ട് വേണം നമ്മുടെ സൗഗന്ധിക പുഷ്പം പറിക്കാൻ വേണ്ടിയിട്ട് പോവാൻ. അങ്ങനെ ആ കദളീവനത്തിന് ഒരു കുരങ്ങൻ കിടക്കുന്നുണ്ടായിരുന്നു. ആ കുരങ്ങനെ മറികടന്ന് വേണം പോവാൻ. പക്ഷേ അവിടെ ആ കുരങ്ങനെ മാറ്റാനോ അല്ലെങ്കിൽ അതിൻ്റെ വാല് പോലും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അങ്ങനെ അവിടെ ആ ഒരു വാക്ക് തർക്കമാണ്. അതായത് അവിടെ കിടക്കുന്നത് സാധാരണ ഒരു കുരങ്ങാണെന്ന് വിചാരിക്കുകയും അങ്ങനെ ഭീമൻ അതിനോട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ്. അവസാനത്തിലാണ് തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഹനുമാനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സന്ദർഭമാണ് നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഭീമനും ഹനുമാനും തമ്മിലുള്ള സംവാദമാണ് ഈ സന്ദർഭം എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളത് നോക്കാം. കാട്ടിൽ കിടക്കുന്ന ഒരു കുരങ്ങനോട് നിന്റെ മിടുക്കും വീര്യവും ഒന്നും വേണ്ട ഭീമ. കാട്ടിലെ വള്ളികൾ തല്ലിക്കൊഴിക്കുകയും പർവ്വതം തല്ലിപ്പൊടിക്കുകയും മരങ്ങളെ ഇടിക്കുകയും ചെയ്യുന്ന താങ്കൾ എന്തിനാണ് എൻ്റെ നേരെ വരുന്നത്? നടക്കാൻ പോലും ശക്തിയില്ലാത്ത കിടപ്പിലാണ് ഞാൻ. അനങ്ങാതെ എൻ്റെ വാല് വഴിയിൽ നിന്നും മാറ്റിത്തരാൻ തീരെ നിർവാഹമില്ല. താങ്കൾക്കിന്ന് ചാടിക്കടന്നു പോകാമല്ലോ. അതിനെന്താണ് ഇത്ര മടി? ഞാൻ തങ്ങളുടെ വഴി മുടുക്കുന്നില്ലല്ലോ എന്ന് ഹനുമാൻ ഭീമനോട് പറയുന്നു. ഭീമൻ ഇങ്ങനെ തിരിച്ചു പറയുന്നു, നീ ഇപ്പോൾ എന്നോട് പറഞ്ഞത് അല്പം കരുത്തുള്ള മറ്റാരെങ്കിലുമാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ആരാണെന്ന് എൻ്റെ ഗദ അറിയിക്കുമായിരുന്നു. പ്രായം ചെന്നവർ നമ്മെ അധിക്ഷേപിച്ചാലും കളിയാക്കിയാലും അവരെ വിധിക്കുന്നത് അത്ര ഉചിതമല്ല എന്നതുകൊണ്ടാണ് നിന്നെ വെറുതെ വിടുന്നത്. കരുത്തനായ മറ്റൊരുത്തൻ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ അവനെ കൈകൊണ്ടടിച്ച് കാട്ടിലേക്ക് ഓടിക്കുമായിരുന്നു ഞാൻ. ഇതിപ്പോൾ മരിക്കാറായി കിടക്കുന്ന ഒരു മരഞ്ചാടി കുരങ്ങനെ വായുമൻ്റെ മകൻ ആയിട്ടുള്ള ഞാൻ ഭീമൻ കൊന്നു എന്ന് കേട്ടാൽ തന്നെ ധർമ്മികളായ മനുഷ്യർ ചിരിക്കും. അത് നീ നന്നായി ഓർത്തോളൂ കുരങ്ങ. ഇനി നിന്നെ മറികടന്നു പോകാം എന്നാണെങ്കിൽ എൻ്റെ ഗുരുവും ശ്രേഷ്ഠനുമായിട്ടുള്ള ഹനുമാൻ വന്നു പിറന്ന കുലത്തിലാണ് നീ ഉള്ളത്. അതായത് എൻ്റെ ജ്യേഷ്ഠനായ ഹനുമാൻ ഈ കുരങ്ങൻ വംശത്തിലാണ് പിറന്നത്. അതുകൊണ്ട് അത് ഞാൻ ജ്യേഷ്ഠനോട് തന്നെ ചെയ്യുന്ന ധിക്കാരമായിട്ട് മാറും. അതിനാൽ എനിക്ക് നിന്നെ മറികടന്നു പോകാനും സാധ്യമല്ല. ഇത് കേട്ട ഹനുമാൻ കനിവോടെ ഭീമനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ എന്നെ മറികടന്ന് പോകണമെന്നില്ല. വഴിയിൽ കിടക്കുന്ന എൻ്റെ വാലെടുത്ത് മാറ്റി വെച്ചിട്ട് നിനക്ക് പോകാമല്ലോ. കൈകൊണ്ട് ഒരു കുരങ്ങനെ തൊടുന്നത് ശരിയല്ലെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന ഗദ കൊണ്ട് വാലെടുത്ത് പൊക്കി ദൂരെ വെച്ച് നടന്നു പോകാമല്ലോ. ഗദ കൊണ്ട് വാല് മാറ്റുന്ന സമയത്ത് അത് മുറിഞ്ഞു പോകില്ലല്ലോ എന്ന് അല്പശങ്കയോടെ ഭീമൻ ഹനുമാനോട് ചോദിച്ചു. എന്താണ് മുറിയുന്നത്? ഇത് നമ്മുടെ ഹനുമാൻ ചോദിക്കുന്നതാണേ. നിന്റെ ഗദയോ എൻ്റെ വാലോ എന്ന് ഹനുമാൻ തിരിച്ചു ചോദിക്കുകയും അറിയാഞ്ഞിട്ട് ചോദിച്ചതാണ്, അതിന് ദേഷ്യപ്പെടണ്ട എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് മറുപടിയായി ഭീമൻ ഇങ്ങനെ പറയുന്നു, ഏറ്റവും ശക്തിയേറിയ പർവ്വതത്തെ പോലും തല്ലിപ്പൊട്ടിക്കുന്ന എൻ്റെ ഗദകൾക്ക് വഴങ്ങാത്ത ഒരു ശത്രുവും എനിക്കില്ല. എടാ പമ്പര വിടി, നിന്റെ വാലെടുത്ത് മാറ്റാൻ ഞാൻ മടിക്കുന്നത് എൻ്റെ ഗദ പൊട്ടുമെന്ന് പേടിച്ചിട്ടല്ല. രോമമൊക്കെ കൊഴിഞ്ഞ് ഭൂമിയിൽ ഇഴയുന്ന നിന്റെ ശോഷിച്ച വാലിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ നിന്റെ വായിൽ നിന്ന് വന്ന പോലുള്ള ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കോപത്തിൻ്റെ തീ ആളിക്കത്തും. അതിൽ നിന്റെ ദേഹം പോലും നശിച്ചു പോകും. അത് നിനക്ക് സഹിക്കാനാകുമോ? അതായത് എന്നോട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കോപം ഇരട്ടിക്കും. ആ കോപത്തിൻ്റെ തീയിൽ നിൻ്റെ ശരീരം ദഹിച്ചു പോകും. അത് നിനക്ക് സഹിക്കാനാകുമോ എന്നാണ് ഈ അവസാനത്തെ വരിയിൽ വന്ന് നിൽക്കുമ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തൻ്റെ ജ്യേഷ്ഠനാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ക്ഷമാപണം നടത്തിയിട്ട് പിന്നെ അതോടുകൂടിയിട്ട് ഹനുമാൻ തൻ്റെ അനിയനായിട്ടുള്ള ഭീമയെ അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. കല്യാണ സൗഗന്ധിക പുഷ്പം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ വാൾപേപ്പറായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ആ പുഷ്പം കല്യാണ സൗഗന്ധിക പുഷ്പമാണ് കേട്ടോ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ നോട്ട്സും കൂടി ഉൾപ്പെടുത്തിയിട്ട് തരാവുന്നതാണ്.